ഇറാൻ സമാധാന കരാറുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾക്കായി ഇറാൻ സംഘം ഖത്തറിലെത്തി. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബഫ് എന്നിവർ ഉൾപ്പെട്ട ഉന്നതതല സംഘമാണ് ദോഹയിലുള്ളത്. ഹോർമുസ് പ്രതിസന്ധി, യുറേനിയം ശേഖരം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. വിഷയത്തിൽ നേരത്തെ മധ്യസ്ഥത വഹിച്ച ഒമാനുമായി ഖത്തർ ചർച്ച നടത്തി. അബ്ബാസ് മുഹമ്മദ് വിശദാംശങ്ങളുമായി. അബ്ബാസ്, ഈ യുദ്ധം ഒടുക്കം ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് എത്തി, സമാധാന ചർച്ചകൾ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്നതിനിടയിലാണിപ്പോൾ ഇറാൻ സംഘം ദോഹയിലെത്തിയിരിക്കുന്നത്. എന്താണ് ദോഹയിൽ വെച്ച് നടക്കുന്ന ഈ ചർച്ചയുടെ ലക്ഷ്യം? എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ചർച്ചയ്ക്ക് വരും? സൈഫുദ്ദീൻ, US-നും ഇറാനും ഇടയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി നേരത്തെ തയ്യാറാക്കിയ 14 ഇന കരടിൻ്റെ അതിൻ്റെ ഒരു MOU ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇറാനിൽ നിന്നുള്ള വിദഗ്ധ സംഘം, ഒരു ഹൈ ഡെലഗേഷൻ ഇവിടെ ദോഹയിൽ നിന്ന് എത്തിയിട്ടുള്ളത്. ഇതിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, അതുപോലെ തന്നെ ഇറാൻ്റെ സ്പീക്കറും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അവരുടെ നെഗോഷിയേറ്ററുമായിട്ടുള്ള മുഹമ്മദ് ബാക്കിർ ഖാലിക്കാഫ്, അതുപോലെ ഇറാൻ സെൻട്രൽ ബാങ്ക് മേധാവി അബ്ദുൽ നാസർ ഹമ്മാത്തി, ഈ 3 പേരടങ്ങുന്ന സംഘം. ഇവരുടെ കൂടെ മറ്റു ഉദ്യോഗസ്ഥരുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഉന്നതതല സംഘമാണ് നിലവിൽ ദോഹയിലുള്ളത്. ഇവർ ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടക്കും എന്നുള്ളതാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറി ഫോറിൻ മിനിസ്ട്രി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും കൈമാറിയിട്ടില്ല. ഇതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളിലാണ് ഖത്തറിൽ ദോഹയിൽ വെച്ചുള്ള ചർച്ചകൾ നടക്കുക എന്ന് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ ഹോർമുസ് കടലിടുക്ക് സമ്പൂർണ്ണമായി തുറക്കണം, കമേഴ്ഷ്യൽ ഷിപ്പിങ്ങിന് വേണ്ടി സമ്പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കണമെന്നുള്ള ആവശ്യത്തിൽ ചർച്ച നടക്കുന്നു. GCC രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണിത്. നമുക്കറിയാം, ഈ ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച ശേഷം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുവഴി വളരെ നാമമാത്രമായിട്ടുള്ള ഷിപ്മെൻറ്റുകൾ മാത്രമാണ് ഈ കാലയളവിൽ കടന്നുപോയിട്ടുള്ളത്. പ്രതിദിനം 11 മില്യൺ ക്രൂഡ് ഓയിലൊക്കെ കടന്നു പോകുന്ന ഒരു വലിയ ഒരു കപ്പൽ ചാലാണത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വളരെ കൂലങ്കഷമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഈ കരാർ പ്രകാരം GCC രാഷ്ട്രങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കാത്തതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഖത്തറിൽ നിന്നുള്ള LPG, അതുപോലെ LNG എക്സ്പോർട്ടുകൾ, അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ, അസംസ്കൃത വസ്തുക്കളുടെയൊക്കെ കയറ്റുമതി അതുമായി ബന്ധപ്പെട്ട ഷിപ്മെൻറ്റുകൾ ഒന്നും തന്നെ നടക്കാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിലേക്ക് തുറക്കണം. അതോടൊപ്പം ഹോർമുസ് കടലിലേക്ക് തുറക്കുകയാണെങ്കിൽ ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ US ഏർപ്പെടുത്തിയ ഉപരോധം അത് പിൻവലിക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ ഒരു ആവശ്യമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ഈ ഹോർമുസ് കടലിടുക്കിൽ ഖത്തറിൻ്റെ ഒരു പരമ്പരാഗത നിലപാട് എന്ന് പറയുന്നത് ഹോർമുസ് എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക കപ്പൽ ചാൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനുമേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കക്ഷിക്ക്, ഒരു രാഷ്ട്രത്തിന് അത് നിയന്ത്രിക്കാനുള്ള അധികാരം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായിട്ടൊരു പാക്കേജിന് തങ്ങൾ റെഡിയാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ GCC രാഷ്ട്രങ്ങളുടെ പിന്തുണ കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നാമത്തേതെങ്കിൽ, രണ്ടാമത്തത് സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ യുറേനിയം ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ ചർച്ചകളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഇക്കാര്യത്തിൽ ഒരു കൂടുതൽ ചർച്ചകൾക്കായി വിട്ടുകൊടുക്കുക എന്നുള്ള നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്ന് തോന്നുന്നു. കാരണം ഇതിൽ US-ൻ്റെ നിലപാട് ഈ ഇറാൻ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ എടുത്തുകൊള്ളാം, തങ്ങൾ സൂക്ഷിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇറാൻ ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു ആവശ്യത്തെ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തങ്ങൾ തന്നെ ഇത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങൾ ഇത് സൂക്ഷിക്കാനുള്ള വഴിയൊരുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഒരു ഫ്രെയിം വർക്ക് പ്രകാരം കൂടുതൽ ചർച്ചകൾ
ചർച്ചകൾക്കായിട്ട് അത് മാറ്റിവെക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വിദേശ രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ചും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ ഫ്രീസ് ചെയ്ത അസറ്റുകളുണ്ട്, മരവിപ്പിച്ച വിദേശ ഫണ്ടുകളുണ്ട്. $12 ബില്യൺ ഫ്രീസ്ഡ് അസറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യം കൂടി ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖത്തറിൻ്റെ സെൻട്രൽ ബാങ്ക് മേധാവി അബ്ദുൽ നാസർ ഹമ്മാത്തി കൂടി ഈ ഒരു സംഘത്തിലുള്ളത്. ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് നിലവിൽ ദോഹയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മരവിപ്പിച്ച ഫണ്ടിൻ്റെ ഒരു ഭാഗമെങ്കിലും വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് നിലവിൽ ഇറാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ഖത്തർ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഈ ഡിപ്ലോമസിയിലേക്ക്, അതിന് നയതന്ത്ര മേഖലയിലേക്ക്, മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം പാകിസ്ഥാനിലാണ് ഇതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ, കൂടിയാലോചന ഒക്കെ നടന്നിരുന്നത്. എന്നാൽ ഖത്തർ കൂടി ഈ ഒരു വിഷയത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ ചർച്ചകളുടെ പോക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈഫുദ്ദീൻ, യെസ്, ശരി. എന്തായാലും ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള സംഘർഷം അത് ഒരു സംയമനത്തിൻ്റെ അല്ലെങ്കിൽ അനുനയത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് ആ ചർച്ചകളുടെ ഭാഗമായി ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘം ഇപ്പോൾ ദോഹയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് മുഹമ്മദ് അബ്ബാസ് നൽകിയത്.